കൊണ്ടുവന്ന് ഇവിടെ തന്നെ നിർത്തി എൻ്റെ അമ്മ പൊന്നു പോലെ എൻ്റെ അച്ഛനെ നോക്കി. പിന്നെ അച്ഛനൊരു കാര്യം ചെയ്തു, വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കാതെ അച്ഛൻ അത്ര കാലം നടന്നിട്ട് അമ്മേൻ്റെ പേർക്ക് അച്ഛൻ്റെ പെൻഷൻ ആക്കി വെച്ചിരുന്നു കേട്ടോ, അമ്മേനെ നോമിനാക്കിയിട്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ എൻ്റെ അമ്മ പെൻഷനായിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് എൻ്റെ അമ്മേനെ ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ. അത്ര ലോകത്ത് അത്ര ക്ഷമയുള്ളൊരു അമ്മ ഉണ്ടാവൂല. എൻ്റെ അമ്മേനെ പറ്റി അത്ര വിഷമമാണ്. ഇന്നും സാമ്പത്തികമായിട്ടൊന്നും ഇല്ല, എന്നാലും അച്ഛൻ്റെ പെൻഷൻ ഉണ്ടാവുകൊണ്ട് എൻ്റെ അമ്മ സുഖമായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മേനെ ഒന്ന് കാണിച്ചു തരട്ടെ ഗായ്സ്. അപ്പോൾ അത്രേ ഉള്ളൂ, ചെറിയ കുറച്ച് കഥ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് അച്ഛൻ്റെ സ്നേഹമാണല്ലോ. അച്ഛൻ്റെ സ്നേഹം അച്ഛൻ തന്നെ തന്നല്ലോ. അമ്മമാരും അച്ഛന്മാരും അച്ഛന്മാരും തന്നിട്ട് കാര്യമല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങണത് കണ്ടാലും അപ്പോൾ അമ്മേനെ തൊയ്രം കൊടുത്തിട്ടാണ് ഞങ്ങൾ അമ്മ വാങ്ങി തരി അമ്മയ്ക്ക് തൊയ്രം ഞാനൊന്നും കൊടുക്കുന്നല്ല. അങ്ങനെ ഞങ്ങൾ തൂങ്ങാം. അമ്മേരത്ത് പൈസ ഇല്ലാത്ത ഞങ്ങൾക്ക് അറിയില്ല. അമ്മമാർ വാങ്ങി തന്നു, അവർ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരുന്നു, അയിമ്പലല്ലേ നമ്മൾ കഴിയുന്നത്. ഇപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ അച്ഛന്മാർ എന്തൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോൾ എൻ്റെ മക്കളെ തന്നെ എൻ്റെ ഭർത്താവ് നോക്കണം കാണുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണീര് വരും. എൻ്റെ അമ്മ ഇപ്പോൾ എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് അച്ഛൻ്റെ അമ്മ അച്ഛൻ വയ്യാതെ കിടക്കുമ്പോൾ ഉരുട്ടി കൊടുത്ത് അങ്ങനെയാണ് നോക്കിയത്. ലാസ്റ്റ് അച്ഛൻ മോനെ കൊടുത്തിട്ട് ഞങ്ങളെ അടുത്തേക്ക് വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങളെ അമ്മ ശീലാവതിയാണ് മക്കളെ. അപ്പോൾ ഈ ശീലാവതി എന്താ ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയുന്നു. പിന്നെ ഞങ്ങളെ അമ്മ പറഞ്ഞു കേട്ടോ അതിൻ്റെ കഥ ശീലാവതിൻ്റെ. അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര അത്രയും ക്ഷമയുള്ള ആളാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കടമ്പകളിലൂടെ കടന്നു പോകുന്നതാണ് ഞങ്ങൾ അറിയാം. എന്നിട്ടിപ്പോൾ ഇങ്ങനെ എത്തി കല്യാണം കഴിഞ്ഞ് 4 പെൺകുട്ടികൾ പ്രസവിച്ച ഒരു കൂലിപ്പണിക്കാരൻ്റെ എൻ്റെ കൂലിപ്പണിക്കാരനാണ് എൻ്റെ ഭർത്താവ്. ലോക സ്നേഹവാനും, ഒരു കള്ളുടിക്കുക വീട് ഒരു കട്ടൻ ചായ പോലും പുറത്ത് പോയി കഴിക്കില്ല കേട്ടോ. ഞങ്ങളില്ലാതെ അത്ര സ്നേഹമാണ്. പക്ഷേ എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു വയ്യാതെ മോണ്ടാവുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണേ. ഓക്കെ ബൈ.